ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണ്? ഈ സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? ഈ സമയം നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. ലെറ്റ്സ് സീ ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ പിറകിൽ എപ്പോഴും ഒരു വിങ്സ് ഉണ്ടാവുന്നുണ്ട്, ലൈക്ക് ഒരു ഗാർഡിയൻ, പല കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നത് പോലെ. സോ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ മടിക്കരുത്, പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചില മിസ്റ്റേക്സ് ചെയ്യാൻ പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ ആദ്യമായിട്ട് അത് ഈവൻ ഒരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്താലേ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ചില കാര്യങ്ങൾ കൂടെ വന്നാലേ നമുക്ക് ചില സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ലൈഫിൽ, എന്തൊക്കെ കാര്യങ്ങളാണോ ലൈഫ് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോരോ സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ തോന്നുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫോർഗീവ് ചെയ്യുക, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരിക. അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വന്നു പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾ ആ ഒരു പാത്തിൽ നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പല ഏരിയാസിൽ, നിങ്ങളുടെ ലൈഫിന്റെ സെൽഫ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുക, പെട്ടെന്ന് നിങ്ങളുടെ പുതിയ ഇൻകംസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവുന്നതായിരിക്കാം, പല രീതിയിൽ നിന്നായിരിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകൾ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗ്രോത്ത് അവിടെ നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം. ഒരു ടൈമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം ഈ ഒരു ടൈമിൽ അതിന്റെ ഒരുപാട് ഡബിൾ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഫൈനാൻഷ്യലി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ക്യാഷ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലാണ് നിങ്ങളത് കണക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ മീറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു ലോങ് ടേം അസെറ്റ് ആണ്. ഓക്കെ, അതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്കത് ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ കുറച്ച് സമയത്തേക്ക് വന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവാ എന്നുള്ളതല്ല. നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ സംഭവിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അതുപോലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്തൊക്കെ സിറ്റുവേഷൻ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. എസ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഇനി കണക്ട് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ്, ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ക്ഷമിക്കാൻ പറ്റുന്നതായിരിക്കാം, ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു മാറ്റവും ഇല്ലാത്തൊരു ആളുടെ കൂടെ നിങ്ങൾ വീണ്ടും സഹിച്ചു നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, ചില ആളുകൾ ആരാണ് നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് നിൽക്കുക, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആരാണ് നിങ്ങളുടെ ലൈഫിൽ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ കുറച്ച് സമയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെ? സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത്, നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്തും മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ആളുകൾ ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്, ചില ആളുകൾ നിങ്ങളുടെ ഒരു പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാനും അവരുമായിട്ട് നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചില ആളുകളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഹീൽ ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം. സോ അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാനും പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഹെൽത്തി ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാനോ മറക്കാനോ സാധിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ റീകണക്ട് ചെയ്യാൻ അലോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,
എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടൊക്കെ നിങ്ങളുടെ പാരന്റ്സിന് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് നിങ്ങളെ കൂടുതൽ റിയലൈസ് ചെയ്യിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ പരസ്പരം മനസ്സിലാക്കാനും ആ ഒരു ഓരോരോ വ്യക്തിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. സോ നിങ്ങൾക്കുള്ളൊരു ഏഞ്ചൽ കൺഫർമേഷനും അതാണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്യുക, ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ വളരണം, എന്ത് മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് ആ ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കൈൻഡ്നെസ്, നിങ്ങളുടെ എംപതി, നിങ്ങളുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ, ഒരു അവൈലബിലിറ്റി ആണ് നിങ്ങൾ കാണിക്കേണ്ടത്. അത് നിങ്ങൾക്ക് വേണ്ട ആളുകളുടെ അടുത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സർവീസ് വേണ്ട ആളുകള്, നിങ്ങളുടെ സ്നേഹം വേണ്ട ആളുകള്, നിങ്ങളുടെ ഒരു നോട്ടം വേണ്ട ആളുകളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ലൈഫിലെ ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. സോ സ്പിരിറ്റ് നിങ്ങൾക്ക് തരുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നതും അതാണ്. നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നിങ്ങളുടെ ലൈഫ് ഒരുപാട് മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മള് ലൈഫിൽ നിന്ന് പഠിക്കുന്ന ചില ലെസൺസ് ഉണ്ട്. അത് എവിടെ പോയാലും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതുപോലത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു സ്പിരിറ്റ്, നിങ്ങളുടെ ഗാർഡിയൻസ് ആക്ച്വലി, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആക്ച്വലി വളരെ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അവരുടെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഫൈനലി നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങള് കണക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് എങ്ങനെയൊക്കെ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് ചെയ്യുക, എനിക്കതിനെ ചെയ്യാൻ സാധിക്കും, നിങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഏരിയാസിൽ ഒരുപാട് വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാഫല്യത്തിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല ഏരിയാസിലൊക്കെ ഒരേ സമയം പല സിറ്റുവേഷൻ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ് ഈ ഒരു സമയത്തൊക്കെ. ലൈഫിന്റെ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. നിങ്ങളുടെ പാരന്റ്സിന്റെ ഒരുപാട് ബ്ലെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻസിസ്റ്റേഴ്സിന്റെ ഒരുപാട് ബ്ലെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങളെ ലൈഫിന്റെ ഒരു ഉന്നതിയിൽ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ലൈഫിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള ചില കാര്യത്തിലേക്ക്, ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾ കൗണ്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. അതൊരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചലഞ്ച്, അതിന്റെ ഒരു ഇന്റൻഷൻ, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ചലഞ്ച് സിറ്റുവേഷനിൽ കൂടെ പോയിട്ട്, ലൈഫിന്റെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഫൈനലി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിനെക്കാട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജെന്യൂൻലി നിങ്ങളുടെ ഇന്റൻഷൻ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ, ആ ഒരു സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട്, അതിനൊക്കെ വലിയ രീതിയിലാണ് നിങ്ങൾക്ക് പേ ഓഫ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് അതിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു മൂല്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. സോ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒരിക്കലും അത് എവിടെയും, നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അത് ഒരിക്കലും അത് എവിടെയും കാണാതെ പോവില്ല. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ആയിട്ട് വരും. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലാണ്. ഓക്കെ, എക്സാക്ട്ലി ഇത് നിങ്ങളുടെ ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. എത്ര കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്താൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ലെസൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്
പുതിയ കാര്യം അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആക്കിയിട്ട് പുതിയ കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ ഫിനിഷ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളത് നിങ്ങളായിട്ട് ചൂസ് ചെയ്യുന്നതല്ല. ലൈഫ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗാർഡിയൻ ആക്ച്വലി, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആക്ച്വലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഓൾറെഡി ഓവർകം ചെയ്തു, അത് നിങ്ങൾ പാസ്സായി. സോ ലൈഫിന്റെ ഒരു പുതിയ ഇന്റൻഷൻ, പുതിയ പേർപ്പസ്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. പുതിയൊരു സോൾ കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പുതിയ സോൾ കോൺട്രാക്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കാം. അമേസിംഗ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഈ ഒരു സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിന്തിക്കാനേ പറ്റില്ല. ദിസ് ഇസ് മോർ ലൈക്ക് ഒരു സ്പിരിച്വൽ യൂണിയൻ പോലെ, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്നും പറയുന്നത് അതാണ്. കാരണം ഇനി നിങ്ങളുടെ ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, വളരെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങള്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകള്, ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലോകം കുറച്ച് ചെറുതാവുന്നത് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പുതിയതായിരിക്കാം, പക്ഷെ അത് ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ലോകം മാറുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ബോധർ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം കുറെ സമയമായിട്ട് നിങ്ങളെ ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളൊരു റൈറ്റ് പ്ലേസിൽ വെക്കുന്നത് പോലെ. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് തോന്നും ചില മിസ്റ്റേക്സ് ആണെന്നുള്ളത് തോന്നും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വന്നെത്തുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലൈഫ് ഓഫർ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വരിക, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ചില കണക്ഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനും നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചില പാർട്ട്ണർഷിപ്പിലേക്ക് വരിക, ചില ആളുകളായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ അവിടെ സെൽഫ് ഗ്രോത്തും സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇതുവരെ നിങ്ങൾക്ക് പല പ്ലേസൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ലാക്കായി തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് മിസ്സായി തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു കണക്ഷനിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പുതിയ ലോകമാണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾ ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അത്ര അൺഎക്സ്പെക്ടഡ് ആയിട്ടും അത്ര ഒരു ബ്ലെസ്സിങ് കൂടി, ഒരു ബ്ലെസ്സിങ് പോലെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ചില കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ജേർണി അവസാനിച്ചിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ചില എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാ പ്ലേസിലും നിങ്ങൾ ബാലൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി വരുന്ന സമയത്തും ലവ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യത്തിലും നിങ്ങൾ വീഴാണ്ട് ആ ഒരു ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ പിറകെ നമ്മുടെ ഇടതും വലതും ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് പോലെ അങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അത്രയൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അത്രയൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട് ചില കാര്യത്തിലേക്ക്. ഓക്കെ, സോ നിങ്ങളുടെ ചില മിസ്റ്റേക്സും അവിടെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു പുതിയൊരു പേഴ്സണാലിറ്റി എന്തുകൊണ്ട് നിങ്ങളിൽ സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സോള് കൂടുതൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഓരോരോ സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കും, അല്ലെ ഓരോ സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടും നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. അതിൽ മേജർ ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു മേജർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ പോയി അത്